അതെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഒരു സർപ്രൈസാണ് നിങ്ങളെ കാണിക്കുന്നത്. ജെറോണിമോസ് മോണസ്ട്രി. ഈ മോണസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമുക്ക് ഒരിക്കലും ഹിസ്റ്ററി പഠിച്ചേക്കുന്ന ഒരാൾക്കും ഒരിക്കലും മറക്കാനാവാത്ത 1498 മെയ് 20 കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള കപ്പാട് ബീച്ചിൽ ആദ്യമായി കാലുകുത്തിയ വാസ്കോഡ് ഗാമയെ അടക്കിയിരിക്കുന്ന സ്ഥലമാണിത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് കേട്ടോ. വാസ്കോഡ് ഗാമ മരിക്കുന്നത് 1460 ഡിസംബർ 24-നാണ്. വാസ്കോഡ് ഗാമ മരിക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ വെച്ചാണ്, ഇന്ത്യയിൽ വെച്ചാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. അതിനുശേഷം 1539 ഈ ശരീര അവശിഷ്ടങ്ങൾ അവർ ലിസ്ബോൺ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഈ മോണസ്ട്രിയിൽ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോണസ്ട്രിയിലാണ് അവർ ആ തോമ്പ് പണിയുകയും പിന്നീട് ആ ശരീരാവശിഷ്ടങ്ങൾ അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പോർച്ചുഗലിലെ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ശവകുടീരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളാണ് ഈ വാസ്കോഡ് ഗാമ. ഈ വാസ്കോഡ് ഗാമയുടെ പേരിൽ ഇവിടെ ഈ പോർച്ചുഗലിൽ ഷോപ്പിംഗ് കോംപ്ലക്സും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഒരു ചരിത്ര നാഴികക്കല്ലായിട്ട് മാറിയതാണ് ഈ വാസ്കോഡ് ഗാമയുടെ യാത്ര. യൂറോപ്പിനും ഇന്ത്യക്കും ഇടയിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള സമുദ്രപാതയുടെ കണ്ടെത്തൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രയിലൂടെയാണ് സാധ്യമായത്. അങ്ങനെ നിരവധി പ്രധാന കാര്യങ്ങൾക്ക് വാസ്കോഡ് ഗാമ സാക്ഷ്യം ആയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് നമ്മുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ഇതേക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അത് ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഞാനും കാണുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.